2015 നടന്ന പുത്തുമല ദുരന്തത്തിനെക്കാളും വളരെ ഭീകരത. അപ്പോൾ വല്ലാത്ത അവസ്ഥ പഠിത്തം കാത്തില്ല. ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിൻ്റെ സൈഡിലുള്ള റോഡാണ്. ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് റെസ്ക്യൂ ടീം എത്തി എവിടെ വരെ എത്തിയിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. നമ്മളെ ചൂരൽമലയും മുണ്ടക്കയിലും വന്നിട്ടിരുന്ന പാലാണ്. പാലത്തിൻ്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോ എന്നറിയില്ല. ആ ലെവലിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മളെ മുണ്ടക്കായ് ഇപ്പോൾ പൊട്ടിയിട്ടുള്ള അവസ്ഥ. ഇതാണിതാ അരിക്കാക്കൻ്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയയാണിത്. പച്ചക്കാട് പോയ മരുന്നതാ. ചൂരുമല കാണണമൊക്കെ ഇവിടുന്ന് ഇതാ കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല. കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ്. താഴെ NDRF ടീം ആളുകൾ താഴെ അതാ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. 3 പ്രാവശ്യമാണ് ഇവിടെ ഉരുളുപൊട്ടിയിട്ടുള്ളത്. ഇത് പ്രതീക്ഷിക്കാത്ത സ്ഥലമായിരുന്നു അല്ലേ? അല്ല ഈ വീട്ടിലുള്ളവരൊക്കെ എന്താ സ്ഥിതി? ആ വീടൊക്കെ ഫുള്ള് പൊളിഞ്ഞു പോയിട്ടുണ്ടല്ലോ. എല്ലാ വീടും പോയി. ഈ വീടൊക്കെ ഫുള്ള് മൂടിപ്പോയി. ചൂരൽമല ഹൈസ്കൂളിൻ്റെ അടുത്തുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ വെള്ളം വന്ന ലെവൽ എന്താണ്, എന്തൊക്കെയാണ്. ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒരു രൂപം ഇത് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ്, ഇവിടെയും മരങ്ങൾ ഇത്രയും മരങ്ങൾ വന്ന് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പൊട്ടിയത് ഇവിടെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണ് ഫ്ലഡ് നടന്നിട്ടുള്ളത്. വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. ഇവിടെ സ്കൂളിൻ്റെ ഒക്കെ കുറേ ഭാഗങ്ങൾ പോയിട്ടുണ്ട്. സ്കൂൾ പൊളിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കണ്ടീഷൻ.